ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയുടെ ഒരു വമ്പൻ വിജയമായിരുന്നു പല സ്ഥലങ്ങളിലും. പ്രതിപക്ഷം വളരെ വലിയ തോതിൽ ശക്തിപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന പലയിടങ്ങളിലും ബി.ജെ.പിയുടെ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായത് തന്നെ. ഈ അവസാനം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും ബി.ജെ.പിയുടെ ആധിപത്യമായിരുന്നു പല സ്ഥലങ്ങളും. അതിലെടുത്തു പറയുന്നത് ബംഗാൾ പിടിച്ചെടുത്ത ആ ഒരു റിസൾട്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ ഒരു തരംഗമുണ്ടാകുമോ? അവിടെ ഒരു ഇന്ത്യ സഖ്യ വിജയമുണ്ടാകുമോ? എസ് പിക്ക് എത്ര സീറ്റുകൾ കിട്ടും? ബി.ജെ.പിക്ക് എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും ആദ്യ സർവേ റിസൾട്ടുകളിൽ തന്നെ ആർക്കായിരിക്കും അനുകൂലം? അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നതെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ എന്താണ് ഉത്തർപ്രദേശിലെ മാറ്റങ്ങൾ, അട്ടിമറികൾ എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം 2022 ബി.ജെ.പി വലിയ വിജയം നേടിയ ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും ബി.ജെ.പിക്ക് അവിടെ അടിപതർന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി 2027 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ബി.ജെ.പി അനുകൂല ഘടകമാണ് കാണുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മുൻതൂക്കമുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ബി.ജെ.പിക്ക് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം പറയുന്നത് 229 സീറ്റുകൾ ബി.ജെ.പിക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെ എസ് പിക്ക് 152 സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. ബി.എസ്.പിക്ക് 18 സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. അതേസമയം മറ്റൊരു സർവേ റിസൾട്ട് പ്രകാരം LTB ന്യൂസ് സർവേ റിസൾട്ട് പ്രകാരം 204 സീറ്റുകൾ ബി.ജെ.പിക്കും 176 സീറ്റുകൾ എസ് പിക്കും 11 സീറ്റുകൾ ബി.എസ്.പിക്കും കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റൊരു സർവേ റിസൾട്ട് പ്രകാരം 213 സീറ്റുകൾ ബി.ജെ.പിക്കും 172 സീറ്റുകൾ എസ് പിക്കും 15 സീറ്റുകൾ ബി.എസ്.പിക്കും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സർവേ റിസൾട്ടിൽ കാണുന്നു. പക്ഷേ മുൻതൂക്കം ബി.ജെ.പിക്കാണ് എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. എങ്കിൽ പോലും നമുക്കറിയാം സർവേ റിസൾട്ടുകളെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ ബി.ജെ.പി പലയിടങ്ങളിലും കാഴ്ചവച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെയും ബി.ജെ.പിക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലോട്ട് സർവേ റിസൾട്ടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ സീറ്റുകൾ, ഈ സർവേ റിസൾട്ടുകളിൽ പറഞ്ഞ സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം എസ് പി ആയാലും കോൺഗ്രസ് ആയാലും ഇന്ത്യ സഖ്യമായാലും ഒക്കെ തന്നെ ഒരു തരിപ്പണമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. പലയിടങ്ങളിലും അവർ അടിപതറി എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയും ഇനിയൊരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് അവർക്ക് ഉത്തർപ്രദേശിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ? യോഗി ഭരണം അവർക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? അവിടെ ഒരു ഇന്ത്യ സഖ്യ വിജയമുണ്ടാവും. അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു നേട്ടമായി മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം അവിടെയും ഒരു തോൽവി വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും എസ് പിക്കും ടോട്ടൽ ഇന്ത്യ സഖ്യത്തിനും എല്ലാ അർത്ഥത്തിലും ഒരു അന്ത്യം കുറിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു അവസാന തെരഞ്ഞെടുപ്പായിട്ട് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഒരു ബി.ജെ.പി മുൻതൂക്കമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റും അതും കാണുന്നുണ്ട് എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഒരു മുൻതൂക്കം നിലവിലും നൽകിയിരിക്കുന്നത് അവിടെ ബി.ജെ.പിക്ക് തന്നെയാണ്, യോഗി സർക്കാരിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ എന്തും സംഭവിക്കാം. ഉത്തർപ്രദേശ് നമ്മൾ 2024 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വലിയൊരു മുൻതൂക്കമൊക്കെ തന്നെ പ്രവചിച്ച ഒരു സ്ഥലമായിരുന്നു ഉത്തർപ്രദേശ്. പക്ഷേ
റിസൾട്ട് വന്നപ്പോഴത്തേക്കും നേരെ മറിച്ച് സംഭവിച്ച ഒരു കാര്യവും അവിടെ കണ്ടു. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ അന്നത്തേതല്ല ഇപ്പോൾ എന്നുള്ളത് വാസ്തവമാണ്. കാരണം അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് RSSുമായുള്ള ഇഷ്യൂ ഒക്കെ തന്നെയും ബി ജെ പിയുടെ വോട്ടിനെ ബാധിച്ചു, സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ പരിഹരിച്ചുകൊണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പി അവിടെ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ SPക്കും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അവിടെ ബി ജെ പിയെ അല്ലെങ്കിൽ യോഗിയെ RSSനെ നേരിടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ ഒരു മുൻതൂക്കം ബി ജെ പിക്ക് കാണുന്നു. എന്നാൽ SPയെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടിയിലേക്ക് ബി ജെ പിയെ മറികടക്കാൻ പാകത്തിനുള്ള ഒരു സീറ്റ് നേടാനായിട്ട് സാധ്യമാകില്ല എന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പക്ഷേ ഒരു കടുത്ത പോരാട്ടം അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല സർവേ റിസൾട്ടും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യം, SP, കോൺഗ്രസ് ഒക്കെ സംബന്ധിച്ചിടത്തോളമായാലും വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലെ തോൽവി വിജയമൊക്കെ തന്നെയാണ് വരുന്ന 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു സെമി ഫൈനൽ പോരാട്ടം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്. അതിൽ വിജയിക്കുന്നത് ആരാണോ, അതിൽ നേട്ടം കൊയ്യുന്നത് ആരാണോ, ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അത് ഏത് പാർട്ടിക്കായാലും ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് BJP ഉത്തർപ്രദേശ്. അതായത് 2024 സംഭവിച്ച ആ ഒരു തിരിച്ചടി അത് 2027 മറികടക്കാൻ പാകത്തിനുള്ള നീക്കങ്ങൾ തന്നെയാണ് അവിടെ യോഗിയും BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെ നടത്തി വരുന്നത്. അത് എത്രത്തോളം ബലവത്തായി അവിടെ നടക്കുമെന്നുള്ളതും അതിനെ മറികടന്നുകൊണ്ട് ഒരു വലിയ നേട്ടം കൊയ്യാനായിട്ട് അവിടെ കോൺഗ്രസിനും SPക്കും സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.